ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു കോൾ വന്നിട്ടോ. മോട്ടർ ഇടുമ്പോൾ ട്രിപ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മോട്ടറിൻ്റെ അടുത്ത് ചെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇവർക്ക് വെള്ളം വരുന്ന പൈപ്പൊക്കെ അതാ ഈ കാട്ടിലൂടെ അങ്ങോട്ട് പോകണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ വയറും പോകുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മോട്ടർ കിണറിൻ്റെ അവിടെ നിന്ന് ചെന്ന് നോക്കാൻ പോകാം. പൈപ്പൊക്കെ ഇങ്ങനെ കാട്ടിലൂടെ തന്നെ പോകണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ വയറുണ്ട് എന്ന് പറഞ്ഞു. വയറ് കാണാനൊന്നുമില്ല, വയറൊക്കെ കാട്ടിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. വയർ അവിടെ കാണാനില്ലെങ്കിലും ഇവിടെയൊക്കെ കാണാനുണ്ടോ കിണറിൻ്റെ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് ഇതിൻ്റെ ബോക്സ് നോക്കിയിട്ടോ. ബോക്സ് കവർ കൊണ്ടെല്ലാം കിട്ടി വെച്ചായിരുന്നു. അപ്പോൾ കവറെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ വയറിന് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടി വയർ കഴിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ പ്രശ്നം എന്തെങ്കിലും ഉണ്ട് നോക്കുകയാണെന്ന് വെച്ചാൽ, ഷോർട്ട് അറിയണമെന്ന് വെച്ചാൽ വയർ കഴിച്ചിട്ട് ഒന്ന് വർക്ക് ചെയ്ത് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വയറിൻ്റെ അവിടെ ഷോർട്ട് ഉണ്ടെങ്കിൽ അത് വീണ്ടും ട്രിപ്പായി പോകും. അങ്ങനെ നമ്മൾ വയർ കഴിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ ട്രിപ്പായി പോയെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വയർ വരുന്നൊക്കെ തപ്പി പിടിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജോയിൻ്റ് നമ്മൾ നോക്കിയിട്ടോ. ഈ ജോയിൻറ്റിൽ ചെറിയ പ്രശ്നമായിരുന്നു. ഉണ്ട്, അവിടെ 2 ജോയിൻ്റ് ഉണ്ടായിരുന്നു. ഇത് മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ഉണ്ടായിരുന്നു. അത് തപ്പി പിടിച്ച് അവിടെ ജോയിൻറ്റിൽ പ്രശ്നം കണ്ട് ആ ജോയിൻറ്റ് അടിച്ച് വയർ കണക്ഷൻ കൊടുത്തിട്ട് മോട്ടർ ഇട്ടതാണ്. മോട്ടർ കത്തണത് അല്ല, മോട്ടറിൻ്റെ ഓൺ ലൈറ്റ് ബട്ടൺ കത്തണുണ്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ട്രിപ്പാണ് പ്രശ്നം വെച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണം അറിയാനില്ല. ഇവിടെ വന്നിട്ട് ആദ്യം ഇതിൻ്റെ വയറൊന്ന് ഊരി നോക്കിയാൽ മതി. മൾട്ടിമീറ്ററൊക്കെ ഉണ്ട് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. മൾട്ടിമീറ്റർ ഇല്ലാത്തവർക്കൊക്കെ, ക്ലാം മീറ്റർ ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആദ്യം വയർ ഊരി വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും വയറിൻ്റെ പ്രശ്നമാണ് മോട്ടറിൻ്റെ പ്രശ്നമാണെന്ന്. നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ വയറിനൊക്കെ നേരെ കെട്ടണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചെറിയൊരു മുറിവോ എന്തെങ്കിലും എലി കടിച്ചതൊക്കെ ഉണ്ട് വെച്ചാൽ അതിന് അത് മണ്ണ് കിടക്കുമ്പോൾ എർത്ത് ലീക്കേജ് ഉണ്ടായതുകൊണ്ട് അവിടെ വെള്ളം തട്ടുന്ന സമയത്ത് ബ്രേക്കർ ട്രിപ്പായി പോകും. മോട്ടർ ഓൺ ആക്കുമ്പോൾ തന്നെ ട്രിപ്പായി പോകും. അത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നിലത്ത് കൂടി ഇട്ടിട്ടുണ്ട് വെച്ചാൽ എന്തായാലും മസ്റ്റായിട്ട് മേലെ കൂടെ കെട്ടി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവം ചോദിച്ചാൽ എർത്ത് ലീക്കേജ് ഉണ്ടാകുമ്പോൾ ചെറിയൊരു ലീക്കേജ് ചെറിയൊരു ഓട്ടം ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം മണ്ണ് തട്ടുമ്പോൾ ഓഫായി പോകും.